ഡിയർ സ്റ്റുഡൻസ്, അടുത്ത ഒരു ഡോക്യുമെന്റ് ആണ് SC, സ്റ്റാൻഡ് ബൈ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഷിപ്മെന്റുകൾ നടക്കുമ്പോൾ എന്താ പ്രശ്നം പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ട് തമ്മിൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ ഈ കൺസൈനറും കൺസൈനിയും കൂടി ബാങ്ക് ത്രൂ എടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് സ്റ്റാൻഡ് ബൈ ക്രെഡിറ്റ് അഥവാ SC എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ്ലി പ്രിപ്പയർ ചെയ്യുന്നത് ഒന്നിലെ കൺസൈനർ അല്ലെങ്കിൽ ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ഷുഡ് ഗെറ്റ് ദ മണി. ഓക്കെ, അടുത്ത ഒരു ചോദ്യമാണ് വാട്ട് ഈസ് BE, ബിൽ ഓഫ് എക്സ്ചേഞ്ച് അണ്ടർ ഇമ്പോർട്ട് എന്ന് പറയുന്നത്. BE എന്ന് പറയുന്നത് ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആണ് ഫ്രം ദ കൺസൈനർ ടു പേ ഓൺ ഡിമാൻഡ് എഗെയിൻസ്റ്റ് ദി ഷിപ്മെന്റ് ഓർ ഓൺ ഓർഡർ ഓഫ് എ പേഴ്സൺ ഓർ ബെയറർ. അതിനെയാണ് പറയുന്നത് BE, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അത് മെറ്റീരിയൽ നമ്മൾ അയച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ എമൗണ്ട് ആള് പറയുന്ന ഒരാൾക്ക് അല്ലെ, ബെയറർ അല്ലെങ്കിൽ പേ ഓൺ ഓർഡർ, ഒരു ഓർഡറിനനുസരിച്ചിട്ട് ക്യാഷ് പേയ്മെന്റ് നടത്താനുള്ള ഒരു എഗ്രിമെന്റ്, അതാണ് BE എന്ന് പറയുന്നത്. അടുത്ത ഒരു ഡോക്യുമെന്റ് ആണ് DVC, ഡെലിവറി വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇത് നോർമലി ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്, ഗവൺമെന്റ് ആണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫൈഡ് മെറ്റീരിയൽ ഹോം കൺട്രി പോർട്ടിൽ വന്നു എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് DVC എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ലാൻഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ് പാടില്ല, ബോത്ത് ആർ സെയിം. ഓക്കെ, സോ ഗൈസ്, വാച്ച് ദിസ് വീഡിയോസ് to get a job in logistics and share to all your friends and students. Thank you so much.